ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. നടുവട്ടം, വല്ലപ്പുഴ, കൊടുമുണ്ട സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളായി. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ, വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ, കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 4,60,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം. നടുവട്ടം ജനതാ സ്കൂളിലെ ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾക്ക് വേണ്ടിയിട്ടുള്ള 2 കോടി അനുവദിച്ച കെട്ടിടത്തിൻ്റെ ഏതാണ്ട് അത് പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ GHS വല്ലപ്പുഴയിലെ ചൂരക്കോടുള്ള ഹൈസ്കൂള്, അവിടെ 1,30,00,000 രൂപ അനുവദിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. കൊടുമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ 1,30,00,000 രൂപ അനുവദിച്ചിട്ടുള്ള ആ കെട്ടിടത്തിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വരുന്ന 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഈ 3 സ്കൂളുകളിലും നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നടുവട്ടം ജനതാ സ്കൂളിലാണ്. ജനതാ സ്കൂളിലെ ആദ്യം 5 കോടിയുടെ ഒരു കെട്ടിടവും പിന്നെ 1 കോടിയുടെ ഒരു കെട്ടിടവും പൂർത്തീകരിച്ചു. ഇപ്പോൾ 2 കോടിയുടെ കെട്ടിടമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാലയമായ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലും വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലും 1,30,00,000 രൂപ വീതം അനുവദിച്ചു. നടുവട്ടം സ്കൂളിൽ 5 കോടിയുടെ കെട്ടിടം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.